ഒരു കിറ്റ് കൊടുത്തപ്പോൾ വോട്ട് കൊടുത്ത മഠയന്മാരുടെ നാടാണ് കേരളം. കേരളത്തിൽ ഏറ്റവും അധികം പീഡനം സഹിച്ച, ഏറ്റവും വലിയ മർദ്ദനം നടന്ന ഒരു മേഖല തൊടുപുഴയാണ്. അതിന് സപ്പോർട്ട് കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി പരാതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? അപ്പൊ നെഹ്റുവാണ് ഈ ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ എന്ത് വൃത്തികേടും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം. പകല് മുഴുവൻ സന്തോഷം, രാത്രി മുഴുവൻ ഇടി. ഇരുട്ടപ്പോൾ ഇടി തുടങ്ങിയാൽ പിന്നെ മുഴുവത്ത് കയറി ഇടിക്കുക. ഇതായിരുന്നു പോലീസുകാരുടെ ജോലി. പക്ഷെ എനിക്ക് അടിയന്തരാവസ്ഥയെ പറ്റി ചില കാര്യങ്ങൾ പറയാം. ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധി നമ്മൾ ഇവിടെ ചാടുന്നു. ആരംഭം കുറിച്ചത് ആരാ? ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഇതിനേക്കാൾ ചരിത്രം അറിയാവുന്ന ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാം. 1951 ജൂൺ 18 ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ഭേദഗതി വന്നു. ശരിയാണോ? അതിലേക്ക് ആരംഭം. അതാ നെഹ്റു എന്ന് പറയുന്ന ഏറ്റവും ഈ രാജ്യത്തെ തകർത്തവരാണ് ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ അമെന്റ്മെന്റ് നടത്തിയ മാന്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനാ പ്രഖ്യാപനം അതോടുകൂടി അമെന്റ്മെന്റിനോട് തീർന്നു. അപ്പം ആരംഭം കുറിച്ചു. അപ്പൊ നെഹ്റുവാണ് ഈ ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ എന്ത് വൃത്തികേടും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം. അയാളുടെ മകളാണ് ഇന്ദിരാഗാന്ധി. ഇവര് പറയുന്ന കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്ത് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവം വിടില്ല. ഞാനൊരു ദൈവവിശ്വാസി, എന്നോട് ക്ഷമിക്കണം. ഇന്ദിരാഗാന്ധിയുടെ മരണം എങ്ങനെയായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ആ തൊപ്പിയാൽ ഓടി നടന്ന് നമ്മുടെ അച്ഛന്മാരെ തപ്പി കിടക്ക സ്റ്റെറിലൈസ് ചെയ്യാൻ, മറ്റത് കണ്ടിക്കാൻ. ഒന്നാലോചിച്ചു. അച്ഛന്മാരെ കണ്ടിച്ചിട്ട് പല കാര്യമുണ്ട്. അവർ വൈദികരല്ലേ. അവർ ഒരു കാരണവശാലും കല്യാണം കഴിക്കുന്നതിന്, പിള്ളേരെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വൈദികരെ വിളിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക. അത് ഹോബിയായിരുന്നു സഞ്ജയ് ഗാന്ധി. അയാളെങ്ങനെ ചത്തത്? നിങ്ങൾ ആലോചിച്ചു? ഞാൻ പറയുന്നില്ല. സന്തോഷിക്കണം. ഒരാൾ മരണത്തെ, അപകടത്തെ സന്തോഷിക്കാൻ പാടില്ല എന്നുകൊണ്ട് ഞാൻ പറയുന്ന. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം പ്രതികാരമുണ്ടാവും. സർവശക്തനായ ദൈവം തമ്പുരാന്റെ പ്രതികാരം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദിരാജി, സഞ്ജയ് ഗാന്ധി എല്ലാം ശിക്ഷ അനുഭവിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്റെ അഭിപ്രായത്തിൽ 1975 ജൂൺ 25 അർദ്ധരാത്രി 12 മണി സമയത്താണ് പ്രസിഡന്റ് വെള്ളത്തിൽ കിടന്ന് ഒപ്പിട്ടത്. പറഞ്ഞ സംഭവം ശരിയാണ്. പക്ഷെ വെള്ളത്തിൽ കിടന്നത് കാർട്ടൂണാണ്. അപ്പൊ സത്യത്തിൽ 26 നാളെയല്ലേ 50 ഭാഷ ആഘോഷിക്കുന്നതിന് സംശയം. പക്ഷേ 25 അവർ പ്രഖ്യാപിച്ചത്. അങ്ങനെ ആയിക്കോട്ടെ, സംഭവിച്ചിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നമുക്ക് പരിശോധിക്കാം. കേരളത്തെ വിട്. കേരളത്തിൽ ഏറ്റവും ആദരണീയായ പ്രിയനായ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഒരു കിറ്റ് കൊടുത്തപ്പോൾ വോട്ട് കൊടുത്ത മഠയന്മാരുടെ നാടാണ് കേരളം. വേറൊന്നുകൂടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഇന്ദിരാജിക്ക് കെട്ടിവെച്ചത് നഷ്ടപ്പെട്ടു. പക്ഷെ കേരളത്തിൽ ആരാധികാരത്തിൽ വന്നത്? കോൺഗ്രസ് ആണ്. ഇത്ര നാങ്കണം കെട്ട പൗരന്മാരുള്ള രാജ്യം ലോകത്തുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. പറയുമ്പോൾ കുറ്റം പറയണം. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്, 77 അന്ന് കെ കരുണാകരനായിരുന്നു ആഭ്യന്തരം. അച്യുതമേനോനും ഉണ്ടായിരുന്നു. അച്യുതമേനോനെ മൂലയ്ക്ക് ഇരുത്തിയിട്ട് കരുണാകരനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കരുണാകരൻ പോലീസിനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാലും സ്വല്പം മയമുണ്ടായിരുന്നു. ഇവിടെ കുറേയേറെ കൊള്ളക്കാരെയും വൃത്തികെട്ടവരെയും അതിലൂടെ പിടിച്ചകത്തിടാൻ കരുണാകരന് കഴിഞ്ഞു. പഠിക്കലിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നത്. പക്ഷേ മധുസൂദനൻ നായരെ കുറ്റം പറഞ്ഞേക്കും. ആ കയ്യിൽ റൗഡീസ് ഒന്നും കൂട്ടായില്ല. മധുസൂദനൻ നായരും പഠിക്കലും MK ജോസഫും 3 പേരുടെ ചർച്ചയിൽ ഞാനും പങ്കെടുത്ത ജനം വളരെ കൊച്ചാണ്. വളരെ ശക്തമായി ഞാൻ സംസാരിച്ച കാര്യം ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മധുസൂദനൻ വളരെ മാന്യനായ ഒരു പോലീസ് ഓഫീസറാണ്. കാരണം ഒരു തെറ്റിദ്ധാരണയെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം പാലക്കാടുകാരനാണെന്നുള്ളത് ഓർമ്മ. അപ്പോ പക്ഷേ സംഭവിച്ചെന്താ? ഈ കേരളത്തിൽ
അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പം വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, സീറ്റ് 111 കുറച്ചല്ല, അത് എതിരാളികളില്ലാതെ പ്രതിപക്ഷമില്ലാത്ത ഭരണകക്ഷിയെ ഉണ്ടാക്കി കൊടുത്തു. ആ നിലയിൽ പോകുന്ന നമ്മുടെ പോക്ക് ശരിയാണ്. ഇപ്പോ ചെറിയ ഉദാഹരണം, 6 ലക്ഷം കോടി രൂപ കടത്ത് നിൽക്കുക. എങ്ങനെ മുന്നോട്ട് പോറിയില്ല. ഇനി എവൻ അധികാരത്തിൽ വന്നാലും ഭരിക്കാനും പറ്റില്ല. കേന്ദ്ര മോദിജിയുടെ ഔദാര്യം അല്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല. മുഴുവൻ കടക്കണിയിലാണ് 6 ലക്ഷം കോടി. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും പിണറായി വിജയന് വല്ല കുഴപ്പമുണ്ട്. ഇനി ഇലക്ഷൻ വന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ചർച്ച. അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ എവിടെയായിരുന്നു? അതെന്താ അങ്ങ് പറയാതിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും അടിയന്തരാവസ്ഥ എതിർക്കാൻ ധൈര്യം കാണിച്ചില്ല. അവർ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി പഞ്ചപുച്ഛമടക്കി നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ആ കമ്മ്യൂണിസ്റ്റുകാരനും ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസുകാരനും കേരളത്തിൽ ഭരണം നടത്തി. ഇടതും വലതും 2 മുന്നണിയായി നിന്നുകൊണ്ട്. എന്തുകൊണ്ട് ഈ 2 മുന്നണിയെയും തള്ളിക്കളയുന്നില്ല കേരളത്തിലെ ജനങ്ങളെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം LDF പിണറായി വിജയൻ, UDF കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയിൽ കൊന്നൊടുക്കാൻ ഭീകരമായി പീഡനത്തിനിടയാക്കി നശിപ്പിച്ച് ജീവിതം കളഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്ന മാനസിക നില കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ പറ്റി എന്ത് പറയാനാ? അതിന് സപ്പോർട്ട് കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി പരാതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാ? ഏതായാലും RSS പോലുള്ള സംഘടനകൾ ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകളെ മുഴുവൻ കസ്റ്റഡിയെടുക്കുക, ചെയ്യാവുന്ന രോഗങ്ങൾ മുഴുവൻ ചെയ്യുക. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു കാര്യം സമ്മതിച്ചു. അത് വളരെ വ്യക്തമായി ലേഖനമായി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യുക, എതിരാളികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ RSSന്റെ പ്രമുഖ ആളുകളെ ഉൾപ്പെടെ ആളുകളെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവർ ഇച്ചൂടെ കളിപ്പിച്ച് പറഞ്ഞു, RSSന്റെ 10% ആളുകളെ പോലും കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ദുഃഖമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ RSSന്റെ പ്രവർത്തകരുടെ പ്രവർത്തനം എത്രയോ മഹത്തരമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആ നിലയിൽ തന്നെ പ്രവർത്തനം മുൻപോട്ട് പോട്ടെ എന്നാണ് അവരോട് എനിക്ക് പറയാറുള്ളത്. ഞാൻ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പോകുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അവകാശങ്ങൾ, പെൻഷൻ, പിന്നെ ഒക്കെ ഒത്തിരിയുണ്ട്. എന്തുകൊണ്ട് ഈ അടിയന്തര അവസ്ഥക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടം 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് വിഷയം? ഇത് 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ത്യജിച്ചവരുടെ കുടുംബത്തിലും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നവരുമായ ആളുകൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുക മാത്രമല്ല, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട ധാർമ്മികത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രകടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം കേന്ദ്രത്തെ മാറ്റുന്നത് കേന്ദ്രം കൂടെ കൊണ്ടത് അതിനകത്ത്. കേന്ദ്രം അങ്ങനെ മാറുന്നത് നോക്കുക. കാര്യം നമ്മുടെ ഗവൺമെന്റാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നിർത്തിയാൽ പറയുന്നത് അത് മാറി നിൽക്കേണ്ട കാര്യമില്ല. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം ഇളവനായി എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതുകൂടെ ചെയ്താലേ ശരിയാവും. കേരളത്തിൽ ഏറ്റവും അധികം പീഡനം സഹിച്ച, ഏറ്റവും വലിയ മർദ്ദനം നടന്ന ഒരു മേഖല തൊടുപുഴയാണ്. ആ തൊടുപുഴയിലുള്ള ജനങ്ങൾ എന്തുകൊണ്ട് അതിനെല്ലാം നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് നിന്നയാളെ വീണ്ടും കൊണ്ട് വോട്ട് കൂട്ടിക്കൊടുത്ത് ജയിപ്പിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമില്ല. ഒരു വോട്ട് കൊടുക്കണ്ടേ? നമുക്കിട്ട് ചെയ്തവരില്ലേ? ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ആ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതായാലും
HRDS എങ്കിലും ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ തയ്യാറായി എന്ന് കാണുന്ന സന്തോഷമുണ്ട്. എല്ലാ നന്മകളും തേടിയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഞാനിതിന് ഒരു പീഡനവും സഹിച്ച ആളല്ല. ആകെപ്പാടെ ഒരു 6-7 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഒരു അവിടെ എനിക്കുണ്ടായിട്ടുള്ളൂ. അന്നേരം പോലീസ് എന്നെ വിട്ടേച്ചു. അങ്ങനെ അന്നത്തെ ആ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ദുരിതങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം എല്ലാം നോക്കിക്കണ്ടു, എനിക്കറിയാവുന്ന ആളുകളെല്ലാം എനിക്കറിയാം. ആ വേദന എല്ലാം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. അടിയന്തരാവസ്ഥയുടെ ആ കാളരാത്രികൾ ഭീകരമായിരുന്നു. പകല് മുഴുവൻ സന്തോഷം, രാത്രി മുഴുവൻ ഇടി. ഇതായിരുന്നു അന്നത്തെ പോലീസിന്റെ മുദ്രാവാക്യം അടിയന്തരാവസ്ഥക്കാലം. പകൽ ആരെയെന്നാലും കക്ഷികളെ ചിരിച്ച് സന്തോഷം കാണിക്കുക, ഇരുട്ടുമ്പോൾ ഇടി തുടങ്ങിയാൽ പിന്നെ മുഴുവത്ത് കയറി ഇടിക്കുക. ഇതായിരുന്നു പോലീസുകാരുടെ ജോലി. ആ സാഹചര്യമൊക്കെ മാറി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും വലിയ മാറ്റമൊന്നും കേരളത്തിലുണ്ടെന്ന അഭിപ്രായം എനിക്കില്ല. അത് വേറെ കാര്യം, അതിപ്പോൾ ചർച്ചയാക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഇനിയും ഒരു കാരണവശാലും ഇന്ത്യ മഹത്തായ ഭാരതം, ഇന്ത്യ എന്ന് പറയുന്ന പോലും തീർത്ത സമയം കഴിയുന്ന എൻ്റെ അഭിപ്രായം. ഇന്ത്യ എന്ന് പറയുന്ന ആ പേര് മാറ്റി ഭാരതം എന്ന് നമ്മൾ പറയാമോ? ഭാരതാംബ എന്ന് പറയണം, അപ്പം തന്നെ മാറ്റം ഉണ്ടാവും. അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ്റെയാണ്. സായിപ്പ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുണ്ടാക്കിയത്. അവിടെ സായിപ്പിനോടുള്ള ആ ബഹുമാനമൊക്കെ നിർത്താം. സായിപ്പിനെ പൊക്കിക്കൊണ്ടാണ് നമുക്കൊന്നും കിട്ടാനില്ല. ഭാരതം ഋഷീശ്വരന്മാരുടെ രാജ്യമാണ് ഭാരതം. ആ ഋഷീശ്വരന്മാരുടെ രാജ്യത്ത് ജനിച്ചവരാണ്, ഭാരതത്തിൽ ജനിച്ചവരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരായി നമ്മളെല്ലാം മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ഷമീർ ഇവിടെ ഉണ്ട്. എങ്കിലും ഞാൻ പറയുക, ഈ കേരളത്തിലെ പോക്ക്, ഈ തീവ്രവാദം ഒക്കെ അത്ര ഗുണകരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷമീറിനെ പോലെ മാന്യന്മാർ ഒത്തിരിയുണ്ട്. പക്ഷേ വളരെ മോശമായ വർഗീയത മാത്രമായി ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ്. കാരണം നിങ്ങൾക്കറിയാമോ, ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ ഈരാറ്റുപേട്ടക്കാരൻ. ഈരാറ്റുപേട്ടയിൽ 40,000 പോപ്പുലേഷൻ. അതിൽ 38,600 മുസ്ലിമാണ്. ബാക്കി 1,400 ഹിന്ദുവും ക്രിസ്ത്യാനികളും ഉണ്ട് ഈരാറ്റുപേട്ട. ഞാൻ താമസിക്കുന്ന 23-ാം വാർഡിൽ, അത് വർഷങ്ങളായി, ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ്. അവിടെ ആ വാർഡിൽ 23-ാം വാർഡിൽ 1,700 വോട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ, എൻ്റെ അനിയൻ ഉൾപ്പെടെ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ ആകെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ 63 വോട്ടുണ്ട്. ബാക്കി മുഴുവൻ ഉൾപ്പെടെ. ഞാൻ അവിടെ ഐശ്വര്യമായിട്ട് കിടക്കുന്ന പേടിയിരിക്കില്ലാത്തോണ്ടും കിടന്നു കൊണ്ടുപോയിട്ടുണ്ടാകും. അതിനുള്ള എൻ്റെ വിശാംശം കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്ക് ഒരു മണിയാണ്, ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയില്ല. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ് സഹിക്കുന്നില്ല. അതിനെ മര്യാദയാണ്. ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ അവൻ ദുഃഖിക്കേണ്ടത്. അതിന് പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള മറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു ഈസൂറിന്റെ പേരിൽ എടുക്കാം. 10-12 ഉണ്ട്. ഒരു വിരോധം. ഞാൻ വളരെ പച്ചയ്ക്ക് തന്നെ പറയുകയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. അതാണ് എനിക്ക് പറയാൻ.